ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു നിയോ ഹോം ട്യൂഷൻ. എല്ലാവരും സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു. മിസ്സും സുഖമായിരിക്കുന്നു. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, ഓൾ റൈറ്റ്. അതിനു മുന്നേ മിസ്സിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ എറ്റേണൽ സിറ്റി? എന്താണ് വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ എറ്റേണൽ സിറ്റി? പറയാവുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ആൻസർ റെഡിയാക്കി വെച്ചോ. നമ്മൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എൻഡ് ഓഫ് ദ ക്ലാസ്സിൽ പറയുന്നതാണ്. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആറ്റംസിന്റെ സിമ്പിൾസിനെ കുറിച്ചാണ്. എന്താണ് ആറ്റംസിന്റെ സിമ്പിൾസിനെ കുറിച്ച്? ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഇതുപോലെയൊന്നും അല്ല എന്ന് നമുക്ക് അറിയാം. പക്ഷെ ഇതൊരു ഹിസ്റ്ററിയാണ് പറയുന്നത്. പണ്ട് എന്ത് സിമ്പിൾ യൂസ് ചെയ്തു? ഇത് ആരാന്ന് ഓർമ്മയുണ്ടോ? ഈ ആളാണ് നമ്മുടെ ജോൺ ഡാൾട്ടൺ അല്ലേ? ജോൺ ഡാൾട്ടൺ ആണ് ആദ്യമായിട്ട് ആറ്റംസിന് ഒരു സിമ്പിൾ കൊടുക്കണം, ആറ്റംസിനെ എപ്പോഴും ഇങ്ങനെ എഴുതാൻ പറ്റില്ല, സിമ്പിളൈസ് ചെയ്യണം എന്ന് പറഞ്ഞത് ജോൺ ഡാൾട്ടൺ ആണ്. നോക്കിക്കേ, അദ്ദേഹം കൊടുത്ത സിമ്പിളുകളാണ് ഇവിടെ കാണുന്നത്. ഒരു റൗണ്ട് വരച്ചിട്ട് ഒരു സർക്കിൾ വരച്ച് അതിനകത്തൊരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതായിരുന്നു പണ്ട് കാലത്ത് ഹൈഡ്രജന്റെ സിമ്പിൾ. ഇനി വെറും ഒരു റൗണ്ട് വരച്ചിട്ട് ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാലുള്ളതാണ് കാർബണിന്റെ സിമ്പിൾ പണ്ട് കാലത്ത്. ഓക്കെ, ഇനി വെറും ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ഓക്സിജൻ ആണ് എന്നാണ്. ഇനി ഫോസ്ഫറസിന്റെയും സൾഫറിന്റെയും അയണിന്റെയും അതുപോലെ തന്നെ കോപ്പറിന്റെയും ലെഡിന്റെയും സിൽവറിന്റെയും ഒക്കെ സിമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? സോ ഇതൊക്കെ ആയിരുന്നടാ നമ്മൾ പണ്ട് കാലത്ത് ഈ പറഞ്ഞ എലമെന്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആറ്റംസിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഇതാണോ യൂസ് ചെയ്യുന്നത്? അല്ല. കാരണം എപ്പോഴും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓരോ സിമ്പിൾ വരയ്ക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് ടാസ്ക് അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ സിമ്പിളുകൾ അല്ല യൂസ് ചെയ്യുന്നത്. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വേറെ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? സോ നോക്കിക്കേടാ, ബിഗിനിങ് നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഈ നേരത്തെ കാണിച്ച സിമ്പിൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ ചിലപ്പോ ചില സ്ഥലങ്ങളുടെ പേരുകളിൽ നിന്നും ചില സയന്റിസ്റ്റിന്റെ പേരുകളിൽ നിന്നും ഒക്കെയാണ് നമ്മുടെ ഈ എലമെന്റുകൾക്ക് പേര് കൊടുക്കുന്നത് അല്ലെ? നോക്കിക്കേ, അതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? കളർ, ചില സാധനങ്ങളുടെ കളറിൽ നിന്നും. സോ ഗോൾഡിന്റെ മീനിങ് എന്താണ്? യെല്ലോ എന്നാണ് ഗോൾഡിന്റെ മീനിങ്. അതേപോലെ തന്നെ കോപ്പർ എന്നുള്ള പേര് എടുത്തിട്ടുള്ളത് സിപ്രസ് എന്നുള്ള ഇതിൽ നിന്നുമാണ്. ഇനി നമുക്ക് സയന്റിസ്റ്റുകളുടെ പേര്, നമ്മുടെ മാഡം ക്യൂറി ഉണ്ടല്ലോ, ക്യൂറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. മെന്റലീവ്സ് അല്ലെ, മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ആയിട്ടുള്ള മെന്റലീവ്സ്, മെന്റലീവിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ സ്ഥലങ്ങളുടെ പേരിൽ ജർമേനിയം, ജർമ്മനിയിൽ നിന്ന് കിട്ടിയതാണ് ജർമേനിയം എന്ന് പറഞ്ഞ പേരും. അതേപോലെ തന്നെ അമേരിക്കേനിയം അല്ലെ? ഇതൊക്കെ എന്താ സ്ഥലങ്ങളുടെ പേരിലും ആളുകളുടെ പേരിലും കളറിന്റെ പേരിലും ഒക്കെ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓരോ എലമെന്റുകളെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ സിമ്പിളുകളാണോ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്? അല്ല, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡേൺ സിമ്പിൾസ് ആണ്. അതായത് ഫസ്റ്റ് ലെറ്റർ, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വരുന്ന ഫസ്റ്റ് ലെറ്റർ നമ്മൾ ഒന്നിന്റെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജന്റെ സിമ്പിൾ എന്താണ്? എച്ച് എന്നുള്ളതാണ് അല്ലെ? അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഹൈഡ്രജനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമുക്ക് എച്ച് എന്നുള്ള സിമ്പിൾ ആണ് കിട്ടുന്നത്. ഇനി എപ്പോഴും എല്ലാ എലമെന്റുകൾക്കും നമ്മൾ അവരുടെ ഫസ്റ്റ് ലെറ്റർ ആണോ യൂസ് ചെയ്യുന്നത്? അല്ല. IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, അവരെന്ത് ചെയ്തു? ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു എലമെന്റുകൾക്ക് സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ പറയുന്ന പ്രകാരം നമ്മൾ ചിലതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്യുന്നു. പക്ഷെ മറ്റു ചിലതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ലെറ്റർ ഓൾവേസ് ക്യാപിറ്റൽ ലെറ്ററും സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്ററും ആയിരിക്കും. എക്സാമ്പിൾ നോക്കിക്കേ, ലിഥിയത്തിന്റെ സിമ്പിൾ എന്താണ്? LI, അതിൽ L ക്യാപിറ്റലും I സ്മോൾ ലെറ്ററും ആണ്. അടുത്ത അലൂമിനിയം നോക്കിക്കേടാ, A ക്യാപിറ്റലും L എന്താണ്? സ്മോൾ ലെറ്ററും ആണ്. ഹീലിയോ H ക്യാപിറ്റലും E സ്മോൾ ലെറ്ററും ആണ്. ഇനി എല്ലായ്പ്പോഴും ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും ആണോ യൂസ് ചെയ്യുന്നത്? അല്ല. അവിടെ എന്തുണ്ട്? ഫസ്റ്റ് ലെറ്ററും ചിലപ്പോൾ നമ്മൾ തേർഡ് ലെറ്ററും ആയിട്ട് സിംബലൈസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ നോക്കിക്കേ, സിങ്കിന്റെ സിമ്പിൾ എന്താ? ZN എന്നാണ് അല്ലെ? ZN എന്നാണ്. Z എന്നുള്ള ഫസ്റ്റ് ലെറ്റർ ആണ്, N എന്നുള്ളത് തേർഡ് ലെറ്റർ ആണ്. ഇതിൽ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടും തേർഡ് ലെറ്റർ ആയിട്ടുള്ള എന്നിനെ നമ്മൾ സ്മോൾ ലെറ്റർ വെച്ചിട്ടുമാണ് സിംബലൈസ് ചെയ്യുന്നത്. ഇനി മഗ്നീഷ്യത്തിന്റെ സിമ്പിൾ എന്താ? MG എന്നാണ് അല്ലെ? അതിൽ M ഫസ്റ്റ് ലെറ്ററും G എന്നുള്ളത് തേർഡ് ലെറ്ററും ആണ്. M എപ്പോഴും എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും G എഴുതുമ്പോൾ എപ്പോഴും എന്തായിട്ടാണ് എഴുതുന്നത്?
സ്മോൾ ലെറ്റർ ആയിട്ടാണ് എഴുതുന്നത്. ഇനി എല്ലാ വേർഡുകളും ചിലതിൻ്റെയൊക്കെ സിമ്പിൾ നിങ്ങൾ നോക്കിയാൽ കാണാം. അയണിന്റെ സിമ്പിൾ എന്താണ്? അയണിന്റെ സിമ്പിൾ എന്താണ്? അയൺ, FE ആണ്. അയൺ എന്ന് എഴുതുമ്പോൾ എവിടെയാണ് മിസ്സേ എഫ്, എവിടെയാണ് മിസ്സേ ഇ? അല്ലെ, അയൺ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഒക്കെ എഫും കാണുന്നില്ല, ഇയും കാണുന്നില്ല. അതുപോലെ തന്നെ പൊട്ടാസ്യം, പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ K ആണ്. പൊട്ടാസ്യം എന്ന് എഴുതുമ്പോൾ എവിടുന്നാണ് K വരുന്നത്? സോഡിയം, സോഡിയത്തിന്റെ സിമ്പിൾ എന്താണ്? Na എന്നാണ്. സോഡിയം എന്ന് എഴുതുമ്പോൾ എവിടുന്നാണ് N വരുന്നത്, എവിടുന്നാണ് A വരുന്നത്? സോ ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ചില വേർഡുകളുടെ അല്ലെങ്കിൽ ചില എലമെന്റുകളുടെ പേര് എടുക്കുന്നത് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്? നമ്മൾ ലാറ്റിൻ നെയിം വെച്ചിട്ടാണ്. അതായത് അയണിന്റെ ലാറ്റിൻ നെയിം എന്താണ്? ഫെറം എന്നാണ്. FERRUM, ഫെറം എന്നാണ് അയണിന്റെ ലാറ്റിൻ നെയിം. അപ്പോൾ അതിലുള്ള എഫും ഇയും ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? അയണിന്റെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, സോഡിയം. സോഡിയത്തിന്റെ പേരെന്താണ് ലാറ്റിനിൽ? നൈട്രിയം എന്നാണ്. എന്താണ്? നൈട്രിയം. സോ അതിലുള്ള എന്നും എയും ആണ് നമ്മൾ സോഡിയത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള Na ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി പൊട്ടാസ്യത്തിന്റെ പേരെന്താണ്? കാലിയം. ലാറ്റിനിലെ പൊട്ടാസ്യത്തിന്റെ കാലിയം എന്നാണ് പേര്. സോ ആ K ആണ് നമ്മളിവിടെ പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇംഗ്ലീഷ് പേര് തന്നെ ആയിരിക്കണം എന്നില്ല നമ്മൾ സിമ്പിൾ എടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ലാറ്റിൻ നെയിം എന്നും ആയിരിക്കും. ഇനി നോക്കിക്കേ, ഇവിടെ കുറച്ച് സിമ്പിൾസും എലമെന്റ്സും തന്നിട്ടുണ്ട്. അലൂമിനിയത്തിന്റെ തന്നിട്ടുണ്ട്, അത് Al. ആർഗൺ Ar ആണ്. ബേരിയം എന്താണ്? Ba ആണ്. ബോറോൺ B ആണ്. ബ്രോമിൻ Br ആണ്. കാൽഷ്യം Ca ആണ്. കാർബൺ C ആണ്. ക്ലോറിൻ Cl ആണ്. കൊബാൾട്ട് CO ആണ്. അതുപോലെ നിങ്ങൾക്ക് ബാക്കി എലമെന്റ്സിന് ഈ സിമ്പിൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തല്ല ചെയ്യുന്നത്, നമ്മൾ ഇംഗ്ലീഷ് വേർഡിന്റെ ചില സമയത്ത് നമ്മൾ ഫസ്റ്റ് ലെറ്റർ എടുക്കുന്നു, ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും എടുക്കുന്നു, ഫസ്റ്റ് ലെറ്ററും തേർഡ് ലെറ്ററും എടുക്കുന്നു. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ ലാറ്റിൻ നെയിമിൽ നിന്നും സിമ്പിൾസ് എടുക്കാറുണ്ട്. ഇനി ഇവിടെയാണ് ഇതിന്റെ അറ്റോമിക് നമ്പർ, എലമെന്റിന്റെ പേര്, അതിന്റെ സിമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് 20 എലമെന്റ്സിന്റെ. ഇത് നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് 20 എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ, പേര്, അതിന്റെ സിമ്പിൾസ്. മിസ് ഒരു സീക്രട്ട് കോഡ് പറഞ്ഞിട്ടെ, ഈ ഫസ്റ്റ് 10 പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സീക്രട്ട് കോഡ് പറഞ്ഞുതരാം. എച്ച് ഹീലി ബെബ്കിൻ ഓഫ് നീ. എച്ച് ഹീലി ബെബ്കിൻ ഓഫ് നീ എന്താണ്? എച്ച് ഹീലി ബെബ്കിൻ ഓഫ് നീ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നുള്ളതിനെ എച്ച് ഹീലി ബെബ്കിൻ ഓഫ് നീ എന്ന് ഓർത്ത് വെക്കാം. ഓൾറൈറ്റ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് 20 എലമെന്റ്സിന്റെ അറ്റോമിക് പേര്, അറ്റോമിക് നമ്പർ, പേര് ആൻഡ് അവരുടെ സിമ്പിൾ. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നതാണ് അറ്റോമിക് മാസ്. ഓക്കെ. സോ പണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ത്രാസുകളൊന്നും നമുക്ക് കാണാൻ കിട്ടില്ല. പണ്ട് കാലത്ത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ഈ തരത്തിലുള്ള ത്രാസുകളിലാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് വെക്കും, ഇപ്പുറത്ത് എന്ത് ചെയ്യും, അത്രയും വെയിറ്റ് ഉള്ള ഒരു ബാർ വെക്കും അല്ലെ. സോ എന്താ ചെയ്തിരുന്നത്, ഈ 1 kg ബാറും ഈ വെജിറ്റബിൾസും ഈക്വൽ ആയി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് 1 kg ആയി എന്നുള്ളത് അല്ലെ. സോ രണ്ട് സൈഡും ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴാണ് നമ്മുടെ വെജിറ്റബിൾസ് 1 kilo ആയി എന്ന് പറയാം. പക്ഷെ ഇതേ അളവിലുള്ള ഇത്രയും വെയിറ്റ് ഉള്ള 1 kg ബാറൊക്കെ വെച്ചിട്ട് നമുക്ക് ഹൈഡ്രജൻ ആറ്റം പോലെ ഉള്ള അല്ലെങ്കിൽ ബാക്കി ആറ്റംസിനെ അളക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഹൈഡ്രജൻ ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ ബാക്കി ആറ്റംസ് എന്നൊക്കെ പറയുന്നത് ദേ ആർ വെരി മൈക്രോസ്കോപ്പിക് അല്ലെ. നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും വലിയ മെഷറിംഗ് ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് അളക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, ചെറിയൊരു മെഷറിംഗ് യൂണിറ്റ് വേണം. നോക്കിക്കേ, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കാർബൺ 12. കാർബൺ 12 എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐസോടോപ്പ് ആണ്, കാർബണിന്റെ ഒരു ഐസോടോപ്പ് ആണ്. ഈ കാർബൺ 12 ഐസോടോപ്പിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു കാർബൺ 12 ആറ്റത്തിനെ നമ്മൾ 12 ഈക്വൽ പീസസ് ആക്കി മാറ്റുക ചെയ്യുന്നത്. എന്താ ചെയ്തേ, കാർബൺ 12 ആറ്റം എടുത്തു, അതിനെ 12 ഈക്വൽ പീസസ് ആക്കി ഡിവൈഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ 12 ഈക്വൽ പീസിലെ ഒരു പീസിനെ നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ. ഇനി ഇപ്പുറത്തെ ഒരു ഓക്സിജൻ വെച്ചു. ഇനി ഓരോ യൂണിറ്റുകൾ കാർബൺ 12 ആറ്റത്തിനെ 12 പീസാക്കി എത്ര പീസുകൾ ഇവിടെ വെക്കുമ്പോഴാണ് ഓക്സിജനുമായിട്ട് അത് ബാലൻസ് ആവാന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓക്സിജൻ വെച്ചു ആൻഡ് ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ 16 പീസുകൾ ഉണ്ട്. എന്താണ്, 16 കാർബൺ 12 യൂണിറ്റുകളെ നമ്മൾ വെച്ചു. 16
കാർബൺ 12 യൂണിറ്റുകളെ വെച്ചു. കാർബൺ 12 ആറ്റത്തിനെ 12 ഈക്വൽ പീസുകളാക്കി. അതിലുള്ള ഓരോ പീസുകളും, അങ്ങനെയുള്ള 16 പീസുകൾ ഇവിടെ വെച്ചപ്പോഴാണ് അത് എന്തിന് ഈക്വൽ ആയത്? ഒരു ഓക്സിജൻ ആറ്റത്തിന് ഈക്വൽ ആയത്. അതിനർത്ഥം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് 16 കാർബൺ 12 യൂണിറ്റുകൾക്ക് സിമിലർ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഓക്സിജൻ എടുത്തു, സോഡിയം എടുത്തപ്പോൾ 16 എണ്ണം വെച്ചപ്പോൾ അത് ഈക്വൽ ആയിട്ടില്ല. പകരം എത്ര എണ്ണം വെച്ചപ്പോഴാണ് ഈക്വൽ ആയത്? 23 യൂണിറ്റുകൾ വെച്ചപ്പോഴാണ് ഈക്വൽ ആയത്. അതേപോലെ നൈട്രജൻ എടുത്തപ്പോഴോ 16 എണ്ണത്തിന്റെ ആവശ്യം വന്നില്ല. വെറും 14 എണ്ണം വെച്ചപ്പോൾ തന്നെ അവരെന്തായി? ബാലൻസ്ഡ് ആയി. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ എന്താ ഇതിനെ വിളിക്കുന്നത്? ഇവിടെ നമ്മൾ ഒന്നിനെ വെച്ച് മറ്റൊന്നിന്റെ മാസ് പറയാ ചെയ്യുന്നത്. കാർബൺ 12 ആറ്റത്തിനെ 12 ഈക്വൽ പീസുകളാക്കിയിട്ട് അതിൽ ഓരോ പീസുകളും വെച്ച് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റൊരു ആറ്റത്തിന്റെ മാസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താ വിളിക്കുക? റിലേറ്റീവ് അറ്റോമിക് മാസ്. ഒന്നിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റൊന്നിന്റെ മാസ് പറയുന്നത്. സോ ദാറ്റ് നമ്മൾ എന്ത് വിളിക്കുന്നു? റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇവിടെ 16 എന്ന് പറയുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ആണ്. 23 എന്ന് പറയുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് സോഡിയം ആണ്. 14 എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് നൈട്രോജൻ ആണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഒന്നിനെ വെച്ച്, അതായത് കാർബൺ 12 എന്നൊരു സ്റ്റാൻഡേർഡിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ആറ്റത്തിന്റെ മാസ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് AMU? AMU എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അതായത് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/12 പാർട്സ് ഓഫ് കാർബൺ 12 ആണ്. കാർബൺ 12 ആറ്റത്തിനെ നമ്മൾ 12 ഈക്വൽ പീസുകളാക്കി മാറ്റി അതിൽ ഒരു പീസ് എന്താണ്? കാർബൺ ആറ്റത്തിനെ 12 ഈക്വൽ പീസുകളാക്കിയാൽ അതിൽ ഒരു പീസിനെയാണ് നമ്മൾ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് 1 AMU എന്ന് പറയുന്നത്. സിംഗിൾ യൂണിറ്റ് ഓഫ് കാർബൺ. ഓക്കെ. സോ ഇവിടെ മാസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞത് 12 യൂണിറ്റുകളാണ്. അതിൽ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നൗവേഡേയ്സ് നമ്മൾ എന്താണ് പറയുന്നത്? അറ്റോമിക് മാസ് യൂണിറ്റ് എന്നുള്ളതിന് പകരം നമ്മൾ യു എന്നാണ് പറയുന്നത്. അതായത് യൂണിഫൈഡ് മാസ്. എന്താണ് നമ്മൾ ഇപ്പൊ പറയുന്നത്? യു ആണ്. അതായത് യൂണിഫൈഡ് മാസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ആദ്യകാലത്ത് നമ്മൾ കാർബൺ 12 അല്ലായിരുന്നു എടുത്തിരുന്നത്, നമ്മൾ ഓക്സിജൻ ആയിരുന്നു എടുത്തിരുന്നത്. പിന്നീടാണ് അത് നമ്മൾ കാർബൺ 12 റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാറ്റിയത്. സോ എന്താണ് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ 12 ആറ്റത്തിനെ 12 ഈക്വൽ പീസസ് ആക്കി കഴിഞ്ഞാൽ അതിൽ ഒരു പീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഒരു യൂണിഫൈഡ് മാസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓൾ റൈറ്റ്. അപ്പോ നോക്കിക്കേ, ഇവിടെ എന്താ? നമ്മൾ ഒരു വാട്ടർമെലൺ എടുത്തു. ആ വാട്ടർമെലൺ നമ്മൾ 12 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. നമ്മൾ കാർബൺ 12 എടുത്തു, അതിനെ 12 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു വാട്ടർമെലണിനെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? 12 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. അതിൽ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്. നോക്കിക്കേ, അതിന്റെ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെയുള്ള ആപ്പിളിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇനി അറ്റോമിക് മാസ് ഓഫ് ഫ്യൂ എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ കാർബൺ 12 സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ട് അതിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിച്ചിട്ടുള്ള ബാക്കി എലമെന്റ്സിന്റെ മാസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹൈഡ്രോജന്റെ മാസ് എത്രയാണ്? 1 ആണ്. കാർബന്റെ മാസ് 12 ആണ്. നൈട്രോജന്റെ മാസ് 14 ആണ്. ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ആണ്. അതുപോലെ സോഡിയത്തിന്റെ മാസ് 23 ആണ്. മഗ്നീഷ്യത്തിന്റെ മാസ് 24 ആണ്. സൾഫറിന്റെ മാസ് 32 ആണ്. ക്ലോറിന്റെ മാസ് എത്രയാണ്? 35.5. ആൻഡ് കാൽഷ്യത്തിന്റെ മാസ് 40 ആണ്. ഇത്രയും മാസുകൾ എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്റ്സും അവരുടെ അറ്റോമിക് മാസുമാണ്. നമുക്ക് എന്തായാലും ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു എടാ? നമ്മൾ AMU എന്താണെന്ന് പറഞ്ഞു, അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ആറ്റംസിന്റെ സിമ്പിൾസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഏർലിയർ നമ്മൾ എന്തൊക്കെ സിമ്പിൾസ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് മോഡേൺ സിമ്പിൾസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ സിമ്പിൾസ് എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞു. അവരുടെ ഇംഗ്ലീഷ് പേരിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ, ഫസ്റ്റ് ആൻഡ് തേർഡ് ലെറ്റർ, അല്ലെങ്കിൽ അവരുടെ ലാറ്റിൻ നെയിം അല്ലെ. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് അവരുടെ സിമ്പിൾസ് വന്നേ എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിസ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ.
കിട്ടിയല്ലോ. ഏതാണ് എറ്റേണൽ സിറ്റി എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ഓൾ റൈറ്റ്. യെസ്, എറ്റേണൽ സിറ്റി എന്നറിയപ്പെടുന്നത് നമ്മുടെ റോം ആണ്. ഓൾ റൈറ്റ്, എറ്റേണൽ സിറ്റി എന്നറിയപ്പെടുന്നത് റോം ആണ്. സോ ഓൾ റൈറ്റ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അൻറ്റിൽ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു സോ മച്ച് എവ്രിവൺ.